ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നതിനെപ്പറ്റി പറയാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് പറയുന്നത് ഒരു സർട്ടൈൻ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ അല്ല. നമ്മൾ മാനുവലായിട്ട് വരയ്ക്കുന്ന രണ്ട് ലൈൻസാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് ഉണ്ടാവും, എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന്. അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് സപ്പോർട്ട് ലൈൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത്, ഈ സപ്പോർട്ട് ലൈനിൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തിക്കഴിയുമ്പോൾ, അതായത് ആ ഒരു സർട്ടൈൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് ബയ്യേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആവും. അതായത് ഒരു ബയ്യിങ് പ്രഷർ അവിടെ ഫോം ആവും, എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെയാണ് സപ്പോർട്ട് ലൈൻ വരയ്ക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രാവശ്യം റിജക്ഷൻ വരുന്ന സ്ഥലം, അതായത് മാർക്കറ്റ് ഒരു സർട്ടൈൻ പോയിന്റിൽ തട്ടിക്കഴിഞ്ഞ് റിവേഴ്സ്, ഒരുപാട് പ്രാവശ്യം ഒരേ പോയിന്റിൽ തട്ടിക്കഴിഞ്ഞ് റിവേഴ്സ് ആകുന്ന ഒരു സ്പോട്ട് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇവിടെ കാണാനായിട്ട് സാധിക്കും 1, 2, 3 പ്രാവശ്യം മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് സപ്പോർട്ട് ലൈനിൽ തട്ടിയതിന് ശേഷം മേലോട്ട് പോകുന്നുണ്ട്. അതായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു സർട്ടൈൻ പോയിന്റിൻ്റെ അവിടെ ബയ്യിങ് പ്രഷർ കൂടുതലാണ്. ആ ഒരു പോയിന്റിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരുപാട് ബയ്യേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആകുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ലൈൻ വരയ്ക്കാം, സപ്പോർട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി സപ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഇനി എന്താണ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് റെസിസ്റ്റൻസ്. ഒരുപാട് പ്രാവശ്യം മാർക്കറ്റ് മേലോട്ട് പോയിട്ട് ഒരു സർട്ടൈൻ പോയിൻ്റ് ആകുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ ഫോം ആവും. ഓക്കെ, ആ ഒരു സെല്ലിംഗ് പ്രഷറിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഒരേ സ്പോട്ടിൽ വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലൈൻ വരയ്ക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. അതാണ് റെസിസ്റ്റൻസ് ലൈൻ. കാരണം അവിടെ 1, 2, 3, 4 പ്രാവശ്യം, ഏകദേശം 4 പ്രാവശ്യം അവിടെ തട്ടിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പോയിന്റിൽ സെല്ലിംഗ് പ്രഷർ കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് ലൈൻസിൽ തട്ടിക്കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പുട്ട് ഓപ്ഷൻ കൊടുക്കണം. കാരണം അവിടെ സെല്ലിംഗ് പ്രഷറാണ് കൂടുതൽ. അതേപോലെ തന്നെ മാർക്കറ്റ് നിങ്ങൾ താഴെ സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, താഴത്തെയാണ് സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്കലി സപ്പോർട്ട് റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഒരുപക്ഷെ ഈ റെസിസ്റ്റൻസ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സപ്പോർട്ട് ലൈനും കഴിഞ്ഞ് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസ് ലൈൻ സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അതേപോലെ ഈ സപ്പോർട്ട് ലൈനിനെ കിടന്നിട്ട് താഴോട്ട് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ലൈൻ റെസിസ്റ്റൻസ് ലൈനായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇത്രയുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തടുത്ത് വരുന്ന ലൈവ് ട്രേഡിംഗ് വീഡിയോകളിൽ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നതിന് ശേഷം മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെന്താണ്, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള സ്ട്രാറ്റജീസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ നിങ്ങൾ മാസ്റ്ററായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊരു അടിപൊളി സ്ട്രാറ്റജിയാണ് ശരിക്കും. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ലൈഫിൽ നിങ്ങൾക്ക് അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങളിത് നന്നായി പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ചെയ്യാത്തവർ കയറി ജോയിൻ ചെയ്യുക. ഐക്യു ഓപ്ഷൻ ബേസ്ഡ് ലിങ്കാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വിവിധതരം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.